ലൈഫ് ഭവന പദ്ധതിയിൽ വീട് സ്വപ്നം കണ്ട വയോധികയെ വഞ്ചിച്ച് കരാറുകാരൻ പണവുമായി മുങ്ങി. പത്തനംതിട്ട ഏഴംകുളം സ്വദേശിനി ഓമനയുടെ വീട് നിർമ്മാണത്തിന്റെ ചുമതല ഏറ്റെടുത്ത കരാറുകാരൻ 2 ലക്ഷം രൂപ കൈവശമാക്കി മുങ്ങിയെന്നാണ് പരാതി. സമീപ പ്രദേശങ്ങളിലും ഇതേ കരാറുകാരൻ സമാന തട്ടിപ്പ് നടത്തിയതായി പരാതികളുണ്ട്. 70 വയസ്സുള്ള ഓമനയ്ക്ക് ലൈഫ് ഭവന പദ്ധതിയിലൂടെ വീടിനായി പണം അനുവദിച്ചു. വീട് നിർമ്മാണത്തിനായി ആലോചനകൾ പുരോഗമിക്കുന്നതിനിടയിൽ ഇരിങ്ങാലക്കുട സ്വദേശിയെന്ന് പരിചയപ്പെടുത്തിയ ഉദയൻ എന്ന കരാറുകാരൻ ഇവരെ സമീപിച്ചു. പ്രദേശത്ത് വാടകയ്ക്ക് വീടെടുത്ത് താമസിച്ചു വരികയായിരുന്നു ഇയാൾ. ഓമനയുടെ കുടുംബവുമായി ഉദയൻ സൗഹൃദം സ്ഥാപിച്ചതോടെ നിർമ്മാണ ചുമതല ഇയാളെ ഏൽപ്പിക്കാൻ ഇവർ തീരുമാനിച്ചു. നിലവിലുണ്ടായിരുന്ന വീടും പൊളിച്ചു മാറ്റി. കരാറുകാരനെ വിശ്വാസത്തിലെടുത്ത് ലൈഫ് ഭവന പദ്ധതിയിലൂടെ ലഭിച്ച 1,96,000 രൂപ ഉദയന് കൈമാറി. 6 ലക്ഷം രൂപയ്ക്ക് പണി പൂർത്തിയാക്കാമെന്നായിരുന്നു ഉദയൻ ഇവരോട് പറഞ്ഞിരുന്നത്. പണം കൈമാറി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കരാറുകാരന്റെ യാതൊരു വിവരവുമില്ലാതായപ്പോഴാണ് തങ്ങൾ വഞ്ചിക്കപ്പെട്ടെന്ന് ഓമനയും കുടുംബവും തിരിച്ചറിയുന്നത്. നിരവധി തവണ ഇയാളെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും ആളിന്റെ ഒരു വിവരവുമില്ല. തട്ടിപ്പ് സംബന്ധിച്ച് അടൂർ ഡിവൈഎസ്പിക്ക് ഓമന പരാതി നൽകിയിട്ടുണ്ട്. ആദ്യം കിട്ടുന്ന 40,000 രൂപയാണ് ഇവിടുന്ന് കിട്ടുന്നത്. അതവിടെ കിട്ടി കുറച്ച് ദിവസം ഗ്രാമസേവം പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ട് പൈസ എടുത്താൽ മതി, പിന്നെ പെര പൊളിച്ചാൽ മതി. അങ്ങനെ ആൾ പറഞ്ഞതിന് ശേഷം പൊളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇയാൾ വന്നു, പിന്നെ 40,000 രൂപ ആദ്യം കൊടുക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ 1,60,000 രൂപ എൻ്റെ പേരിലിടുന്നു. ഞാനതെല്ലാം എടുത്തുകൊണ്ടുവന്ന് 1 ലക്ഷം രൂപ. അന്നേരം അവനൊരു തോന്നൽ, അവിടെ ഒരു ക്യാമറ ഉണ്ട്, അതിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചാൽ പൈസ കൊടുക്കുന്നത്. അയാൾ അതിലേലും കിടക്കട്ടെന്നും പറഞ്ഞു. പിന്നെ 60 എൻ്റെ ഈ തന്നെ വെച്ചിരുന്നു. പിന്നെ ഇതെല്ലാം വാങ്ങിക്കാനൊക്കെ ഈ കട്ടളയൊക്കെ മേടിക്കാൻ പൈസ വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഈ 60,000 രൂപയും കൊടുക്കുന്നു. കാണാതെ പോയിട്ട് ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞു. വിളിച്ചു നോക്കി എടുക്കത്തില്ല. ഉടനെ സ്വിച്ച് ഓഫ് ആന്ന് പറയും. മോൾ 1-2 ദിവസം ഞങ്ങൾ വിളിച്ചപ്പോൾ എടുത്തു. അച്ഛൻ അവിടെ ചെന്നിട്ടില്ലെന്നും പിന്നെ വിവരമൊന്നും ഞങ്ങൾക്ക് അറിയിട്ടില്ലെന്നും ഒക്കെ മോള് പറഞ്ഞു. MBS പഠിക്കുന്ന ഒരു മോളാണ്. കൊടുത്തു, പരാതി കൊടുത്തു. ഞങ്ങൾ തിരക്കി അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇനി പോകുന്നു. ഇപ്പം 25,000 രൂപ കൊടുത്താൽ ഞങ്ങൾ രണ്ടും കൂടെ ഒന്നിച്ചാ പോയ പരാതി കൊടുക്കാൻ. തട്ടിപ്പിനെതിരെ നിയമ നടപടികളുമായി ഓമനയ്ക്കൊപ്പം ഉണ്ടാകുമെന്ന് പഞ്ചായത്ത് അംഗം പറയുന്നു. ഈ പുള്ളിക്കാരൻ അതിന് മുമ്പേ വന്ന് ഇവരോട്ടെല്ലാം അങ്ങ് സെറ്റായതിന് ശേഷമാണ് ഞാനിതൊരു വർക്ക് എടുത്തിട്ടുണ്ട് മെമ്പർ എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഞാൻ അജിയെ കണ്ട് ഇതൊക്കെ കൊടുക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ല. പുള്ളിക്കാരെ 2 ലക്ഷം രൂപയ്ക്കകത്ത് വാങ്ങിച്ചുകൊണ്ട് പോയി. സമാനമായ തട്ടിപ്പ് ഇതേ കരാറുകാരൻ പ്രദേശത്തെ മറ്റൊരിടത്തും നടത്തിയിട്ടുണ്ട്. സ്വന്തം നിലയിൽ ഒറ്റമുറി വീട് നിർമ്മിക്കാൻ തയ്യാറെടുത്ത കൂലിപ്പണിക്കാരനായ ഉണ്ണികൃഷ്ണനാണ് തട്ടിപ്പിനിരയായത്. ഉണ്ണികൃഷ്ണനെ സമീപിച്ച കരാറുകാരൻ ഉദയൻ 1 ലക്ഷം രൂപയ്ക്ക് വീട് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ് 25,000 രൂപ തട്ടിയെടുത്തു. ഉണ്ണികൃഷ്ണനും അടൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കുറ്റി അടിച്ച ദിവസം എന്നോട് 50,000 രൂപ ചോദിച്ചു. ഞാൻ പിന്നെ 25 കൊടുത്തുള്ളൂ. പിന്നെ 1 മാസം കൊണ്ട് പണി തീർത്ത് തരാമെന്നും പറഞ്ഞുകൊണ്ട് കുറ്റി അടിച്ചിട്ട് പോയാൽ പിന്നെ ആളിനെ കണ്ടിട്ടുമില്ല. കടയിൽ ചെന്നപ്പോഴാണ് പറഞ്ഞ് എന്നോണക്ക് ആൾ ഇവിടുന്ന് മുങ്ങിയാണ്. ആളെ പരിചയപ്പെട്ട അവിടെ കടയിൽ അവിടെ അരിക്കും അവർക്കൊക്കെ പണിയുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചാൽ കൊടുക്കാൻ ചൊല്ലി കൊടുത്താണ്. ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്. അയാൾ 1,4 രൂപയ്ക്ക് പണിഞ്ഞ് തരാമെന്ന് പറഞ്ഞു. 1,4 ഒരൊറ്റ മാസം കൊണ്ട് വീട് വെച്ച് തരാമെന്നും പറഞ്ഞുകൊണ്ട് പോയോ. പിന്നെ ആളിനെ കണ്ടിട്ടുമില്ല. ഉണ്ടായിരുന്ന ഷെഡ് പൊളിച്ചു മാറ്റിയതോടെ ഇപ്പോൾ തലചായ്ക്കാനിടമില്ലാത്ത അവസ്ഥയിലാണ് ഇരു കുടുംബങ്ങളും. ജനം, പത്തനംതിട്ട.